الحمد لله رب العالمين نحمده ونستعينه ونستهديه ونسترشده ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم صدق الله. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും സർവ്വമേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ നമ്മുടെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രതീക്ഷാപൂർവം കണ്ണ് നട്ട് കാത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രതീക്ഷയാണ് വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്നത്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പരിഗണനയും അവഗണനയും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മളുടെ പരിചയക്കാർ, അവർക്കിടയിലൊക്കെ നമ്മൾ ജീവിച്ചു പോകുന്നത് നമുക്ക് കിട്ടുന്ന പരിഗണന കൊണ്ടാണ്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് കുടുംബബന്ധം, സൗഹൃദം, പരിചയം എന്നുള്ളതൊക്കെ ആവശ്യമായി വരുന്നത്. ഒരു മനുഷ്യനെ പരിഗണിക്കാതിരിക്കുക, അതല്ലെങ്കിൽ കുറെ കൂടി ശക്തമായി അവഗണിക്കുക എന്നുള്ളത് അയാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. മനുഷ്യരുടെ അടുത്ത് തന്നെ ലഭിക്കാവുന്ന ശിക്ഷയാണ്. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യരൊന്ന് പരിഗണിച്ചില്ലെങ്കിൽ, മനുഷ്യരൊന്ന് വേണ്ട വിധം നമ്മളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചില്ലെങ്കിൽ, മുഖം വാടിപ്പോകുന്ന നമുക്ക് അള്ളാഹു നമ്മെ പരിഗണിക്കാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെപ്പോലെയുള്ള പടപ്പുകളുടെ സ്നേഹത്തിന് അത്ര ആഗ്രഹിക്കുന്നവരാണ്. പുതിയ കാലത്തെ ലൈക്കിൻ്റെയും
അതുപോലെ തന്നെ ഷെയറിൻ്റെയൊക്കെ കാലമാണ്. അതായത് ആളുകൾ എത്ര പേര് ലൈക്ക് ചെയ്യുന്നു, എത്ര പേര് നിങ്ങൾ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നു, കൈയടിക്കുന്നു, ചിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പ്രധാനം. അങ്ങനെയെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ചെയ്തികളിൽ എത്ര തൃപ്തനാണ്, അള്ളാഹു നിങ്ങളെ എത്രമാത്രം പരിഗണിക്കുന്നുണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ്. അതല്ല അള്ളാഹു നിങ്ങളെ പരിഗണിക്കുന്നതിന് പകരം അവരെ ഒന്ന് പരിഗണിക്കേണ്ടത് പോലും ഇല്ല എന്ന് കരുതി അള്ളാഹു വിട്ടുകളഞ്ഞവരിൽ പെട്ടവരാകുമോ നമ്മൾ? അള്ളാഹ് പറയുന്നുണ്ടല്ലോ, ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു വരാത്ത പക്ഷം അള്ളാഹു നിങ്ങളെ പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. അതായത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് അള്ളാഹു നിങ്ങളെ പരിഗണിക്കാനുള്ള ഒന്നാമത്തെ ക്രൈറ്റീരിയൻ, അതായത് മാനദണ്ഡം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ എനിക്ക് അള്ളാഹിനെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അള്ളാഹിനോട് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുന്ന ഒരു അടിമ എൻ്റെ മുന്നിലുണ്ട്, അതുകൊണ്ട് ഞാൻ അവനെ പരിഗണിക്കാൻ ബാധ്യസ്ഥനാണ്. ഈ പരിഗണനയുടെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. റമളാൻ വരുമ്പോൾ എന്തുകൊണ്ട് റമളാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. റജബിലും ശഅബാനിലും പടച്ചവനെ ഞങ്ങളെ അമിതമായി ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ, അതിയായി നിന്റെ അനുഗ്രഹ വർഷത്തിന് ഞങ്ങളെ പാത്രീഭൂതരാക്കണമേ. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഒന്ന് എത്തിച്ചു തരണേ. എന്തിനാണ് റമളാൻ വരുമ്പോൾ നമ്മൾ പലവിധ ഒരുക്കങ്ങൾ നടത്തും. ഇപ്പോൾ നനച്ചുകുളിയൊക്കെ നടത്തി അൽഹംദുലില്ലാ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പള്ളികളിലൊക്കെ നോമ്പുതുറ കമ്മിറ്റികളൊക്കെ സജീവമായിട്ടുണ്ടാവും. ഇനി എന്താണ് റമളാൻ കേന്ദ്രീകരിച്ച് ചെയ്യാനുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രത്യക്ഷമായ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ടാവും. കാരണം റമളാൻ നമ്മളിങ്ങനെ വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഹക്കീക്കത്ത് മേ ഇൻസാൻ നഹി റംസാൻ നഹി ഇൻസാൻ ഹെ മെഹ്മാൻ എന്ന് ഇക്ബാൽ പറയുന്നുണ്ട്. ശരിക്കും റമളാൻ അല്ലടോ അതിഥി, നീയാണ് അതിഥി. റമളാൻ അല്ല അതിഥി, നീയാണ് അതിഥി. നമ്മൾ കരുതുന്നത് റമളാൻ വന്നു, റമളാന് സ്വാഗതം, റമളാൻ എന്തോ അതിഥിയായി വരികയാണെന്ന്. അല്ല, റമളാനൊക്കെ 100 കൊല്ലം മുമ്പ് റമളാൻ ഉണ്ടായിരുന്നു, അന്ന് നമ്മളില്ല. 100 കൊല്ലം കഴിഞ്ഞ് ഇനിയും പടച്ചവൻ വിചാരിച്ച ഇനി റമളാനുണ്ട്. ഇതിനിടയിൽ വന്നു പോകുന്ന വളരെ നിസ്സാരനായ മനുഷ്യ, നീയാണ് ഈ കാലത്തിൻ്റെ അതിഥി. നിന്നെ അനുഗ്രഹിക്കാനും നിന്നോടുള്ള പ്രത്യേക വാത്സല്യത്താലും അള്ളാഹു ഒരു റമളാൻ തരുന്നതാണ്. അതിനെ നീ എങ്ങനെ മുഖവിലക്കെടുക്കുന്നു, എത്ര ഫേസ് വാല്യൂ അതിന് കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആലോചനയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്ക് ഒരുങ്ങാനുള്ളത് നനച്ചുകുളിയോടൊപ്പം മറ്റുള്ള സജീവമാക്കാനുള്ള ആലോചനകളോടൊപ്പം എന്താണ് എനിക്ക് ശുദ്ധീകരിക്കാനുള്ള എൻ്റെ മേഖലകൾ, നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞുള്ള ചില നോട്ടങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മളോട് ചോദിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മൾ ഈ ലോകത്ത് വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സമ്മതിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് മനുഷ്യർ വന്നിട്ടുള്ളത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് മനുഷ്യനും ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച്, ആലമുൽ ദർറിൽ വെച്ച് എല്ലാ മനുഷ്യരോടും ചോദിച്ചിട്ടുണ്ടെന്നാണ്. എന്ത്? അലസ്തു ബി റബ്ബിക്കും. അല്ലാഹ് ചോദിച്ചിരിക്കുന്നു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ റബ്ബ്. ഇത് സമ്മതിച്ച മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. ഈ കാണുന്ന ഈശ്വരവാദികളും നിരീശ്വരവാദികളും നിഷേധികളും വിശ്വാസികളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ഈ ലോകത്തെ സർവചരാചരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തെ അംഗീകരിച്ചവരാണ്. അതായത് അതുകൊണ്ടാണ് വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ, സത്യവും അസത്യവും നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു ശേഷി മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നട്ടുപിടിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം മനുഷ്യനിൽ ഈ തോന്നലുണ്ട്. മനുഷ്യൻ മൃഗമല്ല. മനുഷ്യനെ സംബന്ധിച്ച് നന്മ തിന്മകൾ ഏതാണെന്നറിയാനുള്ള ഒരു പ്രവാചകന്മാർ തന്നെ വരാതെ തന്നെ അറിയാനുള്ള കഴിവൊക്കെ ഉണ്ട്. പ്രവാചകന്മാർ വന്നിട്ടല്ല നന്മ തിന്മകൾ പഠിപ്പിച്ചത് മനുഷ്യനെ. നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മനുഷ്യരിൽ തന്നെ നിലീനമായ ചില ബോധങ്ങൾ, സത്യം പറയണം, നുണ പറയരുത്, മോഷ്ടിക്കരുത്,
വ്യഭിചരിക്കരുത്, കൊലപാതകം നടത്തരുത്. മനുഷ്യരോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ? മനുഷ്യൻ്റെ മനസ്സ് സമ്മതിക്കുന്നതാണ്. മനുഷ്യൻ്റെ മനസ്സ് സമ്മതിക്കുന്നതാണ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ മറുപാതി അവനോട് മോഷ്ടിക്കണമെന്ന് പറയുമ്പോൾ മോഷ്ടിക്കരുത് എന്ന് അപ്പുറത്ത് ഒരു മറുമനസ്സ് പറയുന്നുണ്ട്. നീ നുണ പറഞ്ഞത് ശരിയായില്ല എന്ന് അവനോട് അപ്പോൾ തന്നെ പറയുന്ന ഒരു മനസ്സ് അവിടെയുണ്ട്. നീ ചെയ്ത നീ ഇപ്പോൾ പറഞ്ഞ അസഭ്യവാക്ക് അത്രമേൽ കനപ്പെട്ട ഒന്നാണ് എന്ന് അങ്ങനെ പറയുമ്പോൾ തോന്നും വലിയ വാക്കാണെന്ന്. ഉടനെ തന്നെ ഉള്ളിൽ വനഫ്സിൻ വമാ സൗവാഹ പോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ശപിക്കുന്ന, അതല്ലെങ്കിൽ നിങ്ങളെ തിരുത്തുന്ന, നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സാക്ഷി അവിടെയുണ്ട്. ഇല്ലേ? നമ്മളൊക്കെ തെറ്റ് ചെയ്തപ്പോൾ ഇതൊന്നും ശരിയല്ല, ഒരുപാട് തെറ്റുകൾ എനിക്കുണ്ട്, ഒരുപാട് വീഴ്ചകൾ എനിക്കുണ്ട്, ഒരുപാട് കുറവുകൾ എനിക്കുണ്ട് എന്ന് നമ്മളെ ഇന്നും സമ്മതിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ മനസ്സവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരും, ഫീഡ്ബാക്ക് തരും, നമ്മൾ ശരിയല്ല, അത്രക്കൊന്നും ഉഷാറൊന്നുമല്ല എന്ന് പറയും. അത്രക്ക് ഉഷാറല്ല എന്ന് മനസ്സ് പറയുമ്പോൾ, മനസ്സ് തന്നെ അവിടെ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് തരുമ്പോൾ, അവിടെ നിന്ന് പ്രത്യുത്തരങ്ങൾ തരുമ്പോൾ തിരിച്ച് അങ്ങനെയെങ്കിൽ എനിക്ക് പരിഹരിക്കാൻ ബാധ്യതയില്ലേ എന്ന് കരുതി ഒന്ന് ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനുഷ്യർക്കെല്ലാം ഒരു നൂറുണ്ട്, മനുഷ്യർക്കെല്ലാം ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും, ആ പ്രകാശങ്ങൾ അവരുടെ അമലുകളനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തോളം വിശ്വാസികളെ എത്തിക്കുമ്പോൾ വിശ്വാസികൾ അവരുടെ പ്രകാശത്തിൻ്റെയും നൂറിൻ്റെയും സാന്നിധ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. മുനാഫിക്കുകളാകട്ടെ അവരുടെ വെളിച്ചം ഇടയ്ക്കൊന്ന് കത്തുകയും ഇടയ്ക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. സത്യനിഷേധികളാകട്ടെ അവർക്ക് വെളിച്ചമില്ലാതെ പരിഭ്രമിക്കും. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭയാനകമായ അനുഭവം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ കൂരിരുട്ടാണ്, അതിനോടൊപ്പം നിശബ്ദതയാണ്. ഈ കൂരിരുട്ടും നിശബ്ദതയും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു സന്ദർഭമാണ് മനുഷ്യൻ്റെ ബർസഖി ജീവിതം എന്ന് പറയുന്നത്. ബർസഖി ജീവിതം, മരിച്ചു കഴിഞ്ഞ ഈ കഴിഞ്ഞ തലമുറയിൽ എല്ലാവരും ഇപ്പോൾ ബർസഖി ജീവിതത്തിലാണ്. നമ്മുടെ വാപ്പമാർ, വാപ്പാടെ വാപ്പ, വല്യപ്പമാർ, വെല്ലിപ്പാടെ വാപ്പ, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 4 തലമുറക്കപ്പുറം നമുക്ക് നമ്മുടെ അഡ്രസ്സ് പോലും അറിയൂല. ഇവരൊക്കെ ബർസഖി ജീവിതത്തിലാണ്. ഞാനും ഇതാ നിങ്ങളും ബർസഖി ജീവിതത്തിന് തയ്യാറാവുകയാണ്. ഈ കാണുന്ന ലോകം നമ്മളോട് യാഥാർത്ഥ്യം പറയുന്നുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നമ്മളോട് ഇത് പറയുന്നുണ്ടോ? ഏതെങ്കിലും കച്ചവട സ്ഥാപനം നമ്മളോട് ഇത് പറയുന്നുണ്ടോ? ഏതെങ്കിലും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളോട് ഇത് പറയുന്നുണ്ടോ? നിങ്ങളോട് സ്നേഹമുള്ള മനുഷ്യർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഗുണകാംക്ഷയുള്ളവരാണോ പ്രിയപ്പെട്ടവരെ? അല്ല. പടച്ചവന് മാത്രമേ നിങ്ങളോട് സ്നേഹമുള്ളൂ, പടച്ചവന് മാത്രമേ നിങ്ങളോട് സ്നേഹമുള്ളൂ. അതുകൊണ്ടാണ് പടച്ചവൻ പറയുന്നത്, ഖുൽ, പ്രവാചകർ അവരോട് പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റുകൾ ചെയ്ത് സ്വന്തത്തോട് തന്നെ തെറ്റ് ചെയ്ത് അതിരു കടന്നു എന്ന് കരുതുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരോടും പറയുക. എന്താ പറയേണ്ടതെന്നറിയോ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട. പടച്ചവൻ നിങ്ങളെ വീണ്ടും വിളിക്കുകയാണ്. പടച്ചവൻ പറയാണ്, ഇതുവരെ പറ്റിയതൊക്കെ കുഴപ്പമില്ലടോ, വരൂ, തിരിച്ചു വരൂ, നിങ്ങൾ എനിക്ക് വേണമെന്ന് പടച്ചവൻ പറയണേ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. കാരണം ഞാൻ നിങ്ങളുടെ മാതാപിതാക്കളെ പോലെയല്ല, ഞാൻ നിങ്ങളുടെ സുഹൃത്തുക്കളെ പോലെയല്ല, ഞാൻ നിങ്ങളുടെ നാട്ടുകാരെ പോലെയല്ല. നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ തെറ്റും കുറ്റമൊക്കെ ചെയ്ത് നടന്നു നോക്കൂ, നാട്ടുകാർ നിങ്ങളെക്കുറിച്ച് കുശുകുശുപ്പ് പറയും, അല്ലേ? അവരുടെ സമ്മേളനത്തിൽ അവർ കൂടിയിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ദുഷിപ്പ് പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരാളോട് അത് പറയും. പടച്ചവനത് ചെയ്യൂല. പടച്ചവനാണ് നിങ്ങളോട് സ്നേഹം. നിങ്ങളുടെ മക്കളേക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളേക്കാൾ, നിങ്ങൾ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ഈ ദുനിയാവിനേക്കാൾ അള്ളാഹുവിന് നിങ്ങളോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അള്ളാഹ് എല്ലാ തെറ്റും പുറത്തു തരാൻ അള്ളാഹു സന്നദ്ധനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. തെറ്റുകൾ പുറത്ത് അള്ളാഹ് ശിക്ഷിക്കുന്നവനാണെന്ന് ഇപ്പുറത്ത് പറയുമ്പോൾ ഈ അവസരങ്ങളെ നിഷേധിക്കുന്നവരെയാണ്,
ഈ അവസരങ്ങൾ കൊടുത്തിട്ട് അതിന് നേരെ പിന്തിരിയുന്നവരെയാണ് അള്ളാഹ് ശിക്ഷിക്കുക. ഈ സുവിശേഷമാണ് പ്രവാചകന്മാർ വന്ന് ഈ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റമളാൻ വരുമ്പോൾ റമളാന് അതിനിങ്ങനെ കാത്തു നിൽക്കുക എന്നുള്ളത് റമളാന് സ്വാഗതം കൊടുത്തിട്ട് വിടാനല്ല, മറിച്ച് ഞാൻ ആകുന്ന ഈ വ്യക്തിക്ക് അതിൽ ഒന്ന് അറിഞ്ഞ് നനഞ്ഞ് മുങ്ങിക്കുളിക്കാൻ തന്നെയാണ്, ശരിക്കും അതിനു വേണ്ടിയിട്ടാണ്. അതിനുള്ള പ്രിപ്പറേഷൻ എന്താണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുന്നത്. കാരണം അലസ്തു ബി റബ്ബിക്കും എന്നുള്ളത് ആലമുൽ അർവാഹിൽ അള്ളാഹ് ചോദിച്ചു, ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ റബ്ബ്. പക്ഷെ ഈ ദുനിയാവിൽ അള്ളാഹ് ചോദിക്കൂല. ഈ ലോകത്ത് നമുക്ക് ജീവനുള്ളപ്പോൾ അള്ളാഹ് ഒരിക്കലും ചോദിക്കൂല ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ റബ്ബ്. ഈ ജീവിതം കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു, നിശബ്ദതയും കൂരിരുട്ടും ഒരുപോലെ ഭയാനകത വിതയ്ക്കുന്ന നമ്മളുടെ ബർസഖി ജീവിതം തുടങ്ങുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? അതേ ചോദ്യമാണ്, ഞാനായിരുന്നല്ലോ നിങ്ങളുടെ റബ്ബെന്ന് ആലമുൽ അർവാഹിൽ ചോദിച്ച അതേ ചോദ്യമാണ് ഖബറിൽ ആദ്യത്തെ ചോദ്യം. മൻ റബ്ബുക. ഖബർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ പേരല്ല കേട്ടോ. ഖബർ ജീവിതം, ബർസഖി ജീവിതം. ഈ ദുനിയാവ് കഴിഞ്ഞ് നാളെ ഇലാ യൗമി യുബ്അസൂൻ, നാളെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസം വരേക്കും നിങ്ങൾ കിടക്കേണ്ടുന്ന ബർസഖ് എന്ന് പറഞ്ഞാൽ മറ, അതിനിടയിലുള്ള ഒരു കാലം. ആ കാലത്താണ് മനുഷ്യർ എല്ലാവരും ഇപ്പോൾ ഉള്ളത്. സയ്യിദന ആദം അലൈഹിസ്സലാം മുതൽ ഇതുവരേക്കുള്ള മനുഷ്യരൊക്കെ ബർസഖിലാണ്. ഇപ്പോൾ മനുഷ്യരൊക്കെ ഉള്ളത് ബർസഖിലാണ്. മനുഷ്യൻ എവിടേക്ക് എത്തി എന്ന് പറഞ്ഞാലും മനുഷ്യർക്ക് ഇനി എത്താനുള്ള, ഇപ്പോൾ ലോകത്തുള്ളത് 850 കോടി മനുഷ്യരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിലെ അത്ഭുതമായിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ തന്നെ അത്ഭുതമാണ്. ഇന്ന് 850 കോടി 823 കോടി മനുഷ്യന്മാരാണ് 2023 പോപ്പുലേഷൻ കണക്ക് പ്രകാരം ലോകത്തുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 850-860 കോടി മനുഷ്യന്മാരുണ്ട്. ഈ മനുഷ്യന്മാർ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലെടുക്കുക, അതായത് 1400 കൊല്ലം മുമ്പ് ലോകത്തെ മൊത്തം ജനസംഖ്യ എത്രയാണ്? അതായത് ക്രിസ്താബ്ദം 570 മുതൽ 610 വരെയുള്ള സമയം വെച്ച് നിങ്ങൾ എടുത്തു. ലോകത്ത് 14 കോടിയുടെയും 18 കോടിയുടെ ഇടയിലാണ് മനുഷ്യന്മാർ. ലോകത്ത് അന്ന് 14 കോടി മനുഷ്യരേ ഉള്ളൂ. അതിന് പുറകിലേക്ക് നിങ്ങൾ സയ്യിദുനാ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ വീണ്ടും അത് 10 കോടിയായിട്ട് ചുരുങ്ങും. നമ്മൾ ലോകത്തെ വലിയ സാമ്രാജ്യങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേപോലെ 900 കോടി മനുഷ്യന്മാരെ ലോകത്ത് എന്നുണ്ടായിരുന്നു അല്ല, കുറവായിരുന്നു. ഇപ്പോൾ 900 കോടിയുണ്ട്. ഇതിനു മുമ്പ് അത് 750 കോടിയായിരുന്നു. ഇങ്ങനെ കുറഞ്ഞ് സയ്യിദുനാ ആദം അലൈഹി ഇസ്ലാമിലേക്ക് എത്തുമ്പോൾ വിശുദ്ധ ഖുർആന്റെ അതേ ട്രജക്ടറി നിങ്ങൾ നോക്കിയാൽ, അതേ രേഖീയമായ ചരിത്രം തന്നെ നിങ്ങൾ നോക്കിയാൽ നമ്മളൊരു ഏക പിതാവിലേക്കാണ് എത്തുന്നത്. ഈ ലോകത്ത് വേറെ ആരോടും നമുക്ക് തർക്കിക്കാനും മറ്റൊന്നും പോകാതെ ചരിത്രം തന്നെ വെച്ചത് സാക്ഷിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകം എങ്ങോട്ടായിരിക്കും പോവുക? മുണ്ടക്കൈയിൽ ചൂരൽ മലയിൽ ഒരു അടര് പൊട്ടിയപ്പോൾ നമ്മൾ കരുതി ഇതെന്തിപ്പോ സംഭവിക്കുന്നത്. അവിടെ നിന്ന് അത് മുഴുവൻ ഒലിച്ച് വന്ന് നിലമ്പൂർ ചാലിയാറിലാണ് വന്നത്. ഒരു തുള്ളി എവിടെയോ പൊട്ടിയപ്പോൾ, ലോസ് ആഞ്ചലസ് നിന്ന് കത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു അത് എന്താണ് ഇപ്പോൾ അത്ഭുതം. ഇത് അത്ഭുതമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്ക്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാല, ഭൂമി ഇല്ലാതാകും. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യരെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി തന്നെയാണ് ഭൂമിയും, അള്ളാഹുവിൻ്റെ സൃഷ്ടി തന്നെയാണ് ഈ പ്രപഞ്ചവും, അള്ളാഹുവിൻ്റെ സൃഷ്ടി തന്നെയാണ് ഈ സൂര്യനും. അല്ലേ? സൂര്യനെ കുറിച്ച് എത്രയോ കോടി വർഷം കത്താനുള്ള ഹീലിയം അതിലുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. എന്നാലും അത് തീരുമെന്നാണ് ശാസ്ത്രവും പറയുന്നത്. അല്ലേ? ISRO സോഫ്റ്റ് ലാൻഡിങ് നടത്തിയപ്പോൾ അതിൻ്റെ ചെയർമാൻ പറഞ്ഞ എന്താണ്, ഇനി എത്രയോ കോടി വർഷം കൂടി കത്താനുള്ള ഹീലിയമാണ് സൂര്യനിലുള്ളത് എന്ന് പറഞ്ഞാൽ കാലാകാലം അത് കത്തുന്നല്ല, അത് തീരും. അങ്ങനെയെങ്കിൽ നിസ്സാരനായ മനുഷ്യ, നീ നാളെ തീരൂലോ? അല്ലേ? നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത് പ്രിയപ്പെട്ടവരെ? ഒന്നുമില്ലാത്ത നമുക്ക് കൂടെ ഉണ്ടാകുന്നത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലാഹ് പറയുന്നത് നിന്റെ കൂടെ എന്തുണ്ട് എന്നുള്ളത് നീ നോക്കിക്കോന്ന്. നിന്റെ കൂടെ എന്തുണ്ട്? എന്താ ഉള്ളത്? എനിക്ക് 50 സെന്റ് പുരയിടമുണ്ട്, 1.5 ഏക്കർ എസ്റ്റേറ്റ് ഉണ്ട്, അതല്ലെങ്കിൽ 4 മക്കളുണ്ട്. ഇതാണോ? ഇതിങ്ങനെ പറഞ്ഞ എത്ര വലിയ സാഹിബ്യങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇത് നിങ്ങളുടെ മക്കളും പറയും, എനിക്ക് 50 സെന്റ് സ്ഥലമുണ്ട്, എനിക്ക് 2 നില വീടുണ്ട്. ഏത് 2 നില വീട്? 50 കൊല്ലത്തിൽ കൂടുതൽ ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്റ്റ് പോലും നമ്മുടെ നാട്ടിലില്ല. ഉണ്ടോ?
നിങ്ങൾ വീട്ടിലിട്ടാണ് കമ്പിക്ക് TMT കമ്പിക്ക് എത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്? നമ്മൾ ഈ കാണുന്ന, നമ്മൾ ഈ അഭിരമിക്കുന്ന എല്ലാം കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹു, ഒക്കെ നശിക്കാൻ പോകുന്നു. ഈ ബോധ്യത്തിൽ നിന്നാണ് ഈ മനുഷ്യസാഗരങ്ങളിൽ ഒരു തുള്ളിയായി എവിടെയോ ജീവിക്കുന്ന ഞാൻ, അനന്തമായ കാലത്തിനു നടുവിൽ എവിടെയോ ജീവിക്കാൻ പടച്ചവൻ അവസരം തന്നൊരാൾ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ അന ദഅവത്തു അബി ഇബ്രാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പ, എൻ്റെ വല്യാപ്പ ഇബ്രാഹിം പ്രാർത്ഥിച്ചതിൻ്റെ പ്രാർത്ഥനയായിട്ടാണ് ഞാനിവിടെ ജനിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ജനിച്ചത് എങ്ങനെയായിരിക്കും? ഏതോ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അള്ളാഹ് ഈ ലോകത്ത് ജനിപ്പിക്കാൻ തീരുമാനിച്ചു. ഏതോ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടോ അള്ളാഹുവിൻ്റെ ഏതോ കൃത്യമായൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടോ നമ്മൾ ഇവിടെ ജനിച്ചു. മലയാളിയായി ജനിച്ചു, പെരുന്തമണ്ണക്കാരനായി ജനിച്ചു, ആണായി ജനിച്ചു, അതല്ലെങ്കിൽ ഇന്ന വീട്ടിൽ ജനിച്ചു. ഓരോരുത്തർ കുടുംബത്തിൻ്റെ പേരിൽ മഹിമ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ കുടുംബത്തിൽ ജനിച്ചതിൽ നിങ്ങൾക്ക് എന്താ പങ്കുള്ളത്? ഈ കളറിൽ ജനിച്ചതിൽ നിങ്ങൾക്ക് എന്താ പങ്കുള്ളത്? ചിലർ വലിയ വലിയ നാടിൻ്റെ പ്രത്യേകത പറയുന്നു, ഇതിൽ ജനിച്ചതിൽ നിങ്ങൾക്ക് എന്താ? അള്ളാഹുവിൻ്റെ തീരുമാനം. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? എന്നിട്ട് ചോദിക്കണം നാളെ വന്നിട്ട്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുത്ബയുടെ തുടക്കത്തിലൊക്കെ ഒരൊറ്റ വസിയത്താണ് നിർബന്ധമായിട്ടുള്ളത്. തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ഈ പ്രഭാഷണവും ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടത്തിൽ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ആ വസിയത്ത് മാത്രമാണ് ഖുത്ബയുടെ റുക്നുകളിൽപ്പെട്ടത്. സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. അങ്ങനെ സൂക്ഷ്മത തിരഞ്ഞെടുക്കാൻ പറ്റിയ മാസമാണ് റമദാൻ. റമദാൻ വന്നിട്ട് നമ്മൾ നന്നാകാം, റമദാൻ വന്നിട്ട് നമുക്ക് തയ്യാറെടുക്കാമെന്ന് കരുതിയാൽ വളരെ ശീഘ്രമായ, വളരെ പെട്ടെന്നുള്ള ഒരു വേഗത്തിൽ അത് നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എവിടെയാണ് നമുക്ക് പെറുക്കിയെടുക്കാനുള്ള ചരൽക്കല്ലുകൾ? അതാണ് ആദ്യം. എൻ്റെ വൻപാപം എന്ത് എന്നല്ല നോക്കേണ്ടത്. വൻപാപം ചിലർക്ക് ഉണ്ടാവും. വൻപാപങ്ങൾ ചെയ്യാൻ ഓരോ ഞൊടിയുടെ മാത്രം അവസരമുള്ളൊരു ലോകം കൂടിയാണ് കേട്ടത്. അതും കൂടി മനസ്സിലാക്കണം. പണ്ടൊക്കെ വൻപാപങ്ങൾ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ അവസരങ്ങൾ വളരെ കുറവായിരുന്നു. പടച്ചവൻ നമ്മളെ വൻപാപങ്ങളിൽ നിന്ന് രക്ഷിച്ചു പോന്നിരുന്നത് നമുക്ക് അവസരം തരാത്തത് കൊണ്ട് കൂടിയായിരുന്നു. പണ്ട് വൻപാപങ്ങൾ ചെയ്യാൻ മനുഷ്യർക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിലും സാമൂഹിക സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയുണ്ട്. പക്ഷെ ഇന്ന് വൻപാപങ്ങൾ ചെയ്യുക എന്നുള്ളത് ഫാഷനാണ്. ഏതും വൻപാപങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നവർ ഔട്ട്ഡേറ്റഡ് ആണ്. എന്തെല്ലാം വൻപാപങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അവനൊരാണല്ല എന്ന് ആളുകൾ അവനെക്കുറിച്ച് കരുതുന്നൊരു കാലമാണ്. അവിടെയാണ് വല്ലാത്തൊരു സമാൻ, വല്ലാത്തൊരു കാലം എന്നീ കാലത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാ കാലത്തെ പോലെയും തന്നെയാണ് ഈ കാലം എന്ന് പറയേണ്ടതില്ല. ലൂത്ത് നബി അലൈഹി ഇസ്ലാമയും സാലിഹ് നബി അലൈഹി ഇസ്ലാമയും ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും ഈസാ മൂസ അലൈഹി ഇസ്ലാമയും ഇവർക്കെല്ലാവർക്കും ചരിത്രത്തിൽ അവരുടെ സമൂഹത്തിൽ ഏതോ ഒരു തിന്മയോടാണ് പൊരുതാനുണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദഅവത്തിൻ്റെ ഉജ്ജ്വലമായ സാക്ഷ്യം നിർവഹിച്ചവരായിരുന്നു അവർ എന്നുള്ളതോടൊപ്പം ഏതോ ഒരു സാമൂഹിക തിന്മ കൂട്ടത്തിൽ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രവാചകന്മാരൊക്കെ എതിരിട്ട സാമൂഹിക തിന്മകൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന്. എന്നോ അതിനെ നേരിടാനൊരു റസൂൽ ഇന്നുണ്ടോ? ഇല്ലെന്താനും നമ്മളാണ്. എന്നാൽ അന്ത്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീപശിഖയിൽ നിന്ന്, അതിൽ നിന്ന് വെളിച്ചം കൊളുത്തിയെടുത്തിട്ടുള്ള മനുഷ്യർക്ക് ആ നൂറ് തന്നെ മതി, ആ വെളിച്ചം തന്നെ മതി. അതുകൊണ്ടാണ് 5 നേരവും പള്ളിയിൽ വരണം എന്നുള്ളത്. പള്ളിയിൽ വന്ന് നിസ്കരിക്കുക മാത്രമല്ല, ഒരാൾ അയാളെ ശുദ്ധീകരിക്കുകയാണ്. റമദാൻ വരുന്നു, പടച്ചവൻ പറയാണ്, നീ ഇങ്ങനെ ശുദ്ധീകരിച്ച് പോയാലേ നിനക്ക് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ പടച്ചവൻ നമ്മുടെ ആത്മാർത്ഥനെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പടച്ചവൻ അറിയാം നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയില്ലെങ്കിൽ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് കീഴ്പ്പെട്ടു പോകാവുന്ന ഭൗതിക ആസക്തിയുടെ ലോകത്ത് തന്നെയാണ് നമ്മളുള്ളത്. ഒരു സംശയമില്ല. അതുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചു ചെല്ലുന്നതിൽ ഒരു മടിയും വേണ്ട. ആദ്യം പെറുക്കിയെടുക്കുക. റമദാന് നമുക്ക് 2 ചാർട്ടുകൾ ഉണ്ടാവുന്ന സാധാരണ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. 2 വശങ്ങൾ നിങ്ങൾക്ക് പൂരിപ്പിക്കാനുണ്ട്.
അതിലൊന്ന് അള്ള നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞു കൊടുക്കുക. അത് എഴുതുക. വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ള നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ എഴുതുക. ഒന്ന്, ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാ. അല്ലേ, ഇന്നലെ മരണപ്പെട്ട എത്രയോ പേര് തൗബ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നു. വരുന്നൊരു റമളാൻ ഉണ്ടാകുമെന്ന് കരുതി എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. 37 വയസ്സേ ഉള്ളൂ. ഇപ്രാവശ്യത്തെ ഹജ്ജ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അവൻ ഹജ്ജ് ചെയ്യാൻ ബാക്കിയൊന്നുമില്ല, കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. 37 വയസ്സുള്ള, എൻ്റെ അതേ വയസ്സാണ്. നമ്മളൊക്കെ എന്ത് കരുതിയിട്ട് കാത്തിക്കണേന്നുള്ളത് വളരെ അത്ഭുതമാണ്. അതായത് നീ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ അള്ളാഹുവിനോട് നീ അൽഹംദുലില്ലാ 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 എന്ന് ഇങ്ങനെ പറയാൻ ബാധ്യസ്ഥമായ ഒന്നാണ്. അപ്പോൾ ഒന്ന്, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു. രണ്ട്, ഇന്ന് ജീവിക്കാൻ എനിക്ക് ഭക്ഷണമുണ്ട്. എനിക്ക് ചെറുതെങ്കിലും എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട്. ഒരാളൊക്കെ ധാരാളം അല്ലേ, ഒരാൾ ധാരാളം. നിങ്ങളുടെ ഭാര്യയുണ്ട്, നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു മകനുണ്ട്, നിങ്ങളുടെ അയൽവാസിയുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരാളെങ്കിലും ഉണ്ട് ദുനിയാവിൽ. ഏറ്റവും ചുരുങ്ങിയത് അള്ളുണ്ട് അല്ലേ, നിങ്ങളെ സ്നേഹിക്കാൻ. നിങ്ങൾ ഇന്നുണ്ട്. ഇനി നിങ്ങളിങ്ങനെ എഴുതി പോന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്കുള്ള ഓരോ സൗകര്യം. ഞാൻ സംസാരിക്കുന്നു, എനിക്ക് ചെവി കേൾക്കുന്നു. ഞാൻ വയനാട് ഒരു നിക്കാഹ് ഖുതുബയിൽ പങ്കെടുത്തിരുന്നു. പങ്കെടുത്തപ്പോൾ ഞാനല്ല നിക്കാഹ് ഖുതുബ നടത്തിയത്, നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പുറത്ത് നിക്കാഹ് ഖുതുബ ആംഗ്യ ഭാഷയിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് വേറൊരാൾ. ഈ ചെക്കന് സംസാരിക്കാനും അതുപോലെ തന്നെ കേൾക്കാനൊന്നും പറ്റൂല. അപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് സൈൻ ലാംഗ്വേജിൽ നിക്കാഹ് ഖുതുബ, ഇപ്പുറത്തുനിന്ന് എന്താണ് ഈ ഖത്തീബ് പറയുന്നത് എന്ന്, സ്വന്തം നിക്കാഹിന് എന്താണ് ഈ ഖത്തീബ് പറയുന്നതെന്ന് ഈ വരനും വധുവിനും പറഞ്ഞു കൊടുക്കണമല്ലോ. ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അപ്പുറത്ത് വേറൊരാൾ അവിടെ അത് കേൾക്കുന്ന എല്ലാവരും നിന്ന് കരയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾ കാണുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ നടക്കുന്നു. 10 വയസ്സിൽ ആക്സിഡന്റ് പറ്റിയിട്ട് ഇപ്പോഴും 38-39 വയസ്സായിട്ടും അവിടെ നിന്ന് അതേ ഇതിൽ ഇറങ്ങാത്ത പാരാപ്ലീജിക്കായ ഒരു സുഹൃത്തുണ്ട് എനിക്ക്. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും, അതേപോലെ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവും. 3ാമത്തെ മാസം പോളിയോ ബാധിതയായി കിടക്കുന്ന ഒരു സഹോദരിയെ ഞാൻ കണ്ടു. ഇപ്പോൾ അവർക്ക് 62 വയസ്സാണ്. 3ാമത്തെ മാസം, ജനിച്ച് 3ാമത്തെ മാസം. ഒന്നും ജീവിതത്തിൽ ഒരു മനുഷ്യൻ ആ കട്ടിൽ മാത്രമേ കടന്നിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇതൊക്കെ ഈ ലോകം കണ്ട് കീഴ്പ്പെടുത്തി ഇതിനെ ജയിച്ചു എന്ന് കരുതിയവരാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനോട് അടുക്കാൻ ബാധ്യതയുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് ഈ നിയമത്തിന് എന്തൊക്കെയാണ് പടച്ചവൻ നിയമം, ഇതെഴുതി തീരൂല. ഇപ്പുറത്ത് ചെയ്ത തെറ്റുകൾ, വന്ന വീഴ്ചകൾ, ഈ നിഅമത്ത് കൊണ്ട് മാത്രം ചെയ്ത തെറ്റുകൾ എഴുതുക. അതിന് നേരെ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു, അതിന് നേരെ തന്നെ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്ത തെറ്റ് ഞാൻ കാണുന്നു, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ കേൾക്കുന്നു, എൻ്റെ കേൾവി കൊണ്ട് ഞാൻ ചെയ്ത തെറ്റ്. എന്നിട്ട് റമളാനിലേക്ക് വരും. ഒരു ചെറിയ തെറ്റും നിങ്ങൾ അവഗണിക്കാതിരിക്കൂ. ലാ തഹ്ഖിറന്ന മിനൽ ഹസ്വാ ലാ തഹ്ഖിറന്ന മിനസ് സിഗാരി ഇന്നൽ ജിബാല മിനൽ ഹസ്വാ എന്നാണ് കവി പറയുന്നത്. നിങ്ങൾ ഒരു ചരൽക്കല്ലിനെ പോലും അവഗണിക്കരുത്. ചെറിയ ഒരു കുഞ്ഞു കല്ലായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് വലിയൊരു പാറയല്ല, ചരൽക്കല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ വിചാരണക്കെടുക്കപ്പെട്ടാൽ നമ്മുടെ കഷ്ടം കഷ്ടമേ എന്ന് മാത്രമേ നമ്മളെക്കുറിച്ച് പറയാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ പടച്ചവൻ തന്ന അവസരം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, പടച്ചവൻ പുറത്തു തരാൻ തയ്യാറാണ്. ഈ ലോകത്ത് മനുഷ്യർ പുറത്തു തരൂല നിങ്ങളോട്. നിങ്ങളുടെ ഉമ്മ വാപ്പയൊക്കെ പുറത്തു തരുമെന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ അത്ര അക്രമം. ഇന്നൊരു മകൻ ഉമ്മാനെ വെട്ടിക്കൊന്നിട്ടുണ്ട് മലപ്പുറത്ത്, അല്ലേ? ഇന്ന് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മളിന്ന് കേട്ടു, മലപ്പുറത്ത് ഒരു ഉമ്മാനെ മകൻ വെട്ടിക്കൊന്നു. ഇതൊക്കെ നാട്ടിൽ എല്ലാം അപ്സൈഡ് ഡൗൺ ആണ്, തല കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനല്ല, വഅനീബു ഇലല്ലാഹ്, അടുത്ത ആയത്താണ്, വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, നിങ്ങൾ അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങിക്കോ. ഇതേ ഉള്ളൂ. ദുനിയാവ് ഇങ്ങനെയാണ്. ദുനിയാവിൽ ആർക്കും ആരോട് അങ്ങനത്തെ ഒരു മമതയൊന്നുമില്ല. കവി പറയാണ്, അല്ലാഹു യഗ്ലബു ഇൻ തറക്ത സുആലഹു വബ്നു ആദമ ഹീന യുസ്അലു യഗ്ലബു. അല്ലാഹു യഗ്ലബു ഇൻ തറക്ത സുആലഹു, നീ ചോദിക്കൽ നിർത്തിയാലാണ് അള്ളാഹ്ക്ക് കോപം നിന്നോട്. പക്ഷെ മനുഷ്യനുണ്ടല്ലോ,
മനുഷ്യരെ, നിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന മനുഷ്യരോട് തന്നെ നീ ചോദിച്ചുകൊണ്ടിരുന്നാലാണ് അവർക്ക് നിന്നോട് ദേഷ്യം, അല്ലേ? മനുഷ്യരോട് നീ കൂടുതൽ ചോദിച്ചു നോക്കൂ. എത്ര പ്രിയപ്പെട്ട ഒരാളോടും നിങ്ങൾ ഡെയിലി പോയിട്ട് 1000 രൂപ ചോദിച്ചു നോക്കിയേ, തരുമോ? ഇല്ല, 2 ദിവസം തരും. നിങ്ങൾ എന്നും സഹായിക്കണം, എൻ്റെ കൂടെ തന്നെ വരണം, എൻ്റെ സങ്കടം കേൾക്കണം. ഒരാൾ നമ്മുടെ സങ്കടം കേൾക്കാൻ പോലും 1 മണിക്കൂറേ കേട്ട് ഇരുന്നേരുള്ളൂ. ഇന്ന് 1 മണിക്കൂർ ഒരാൾ സങ്കടം കേൾക്കാൻ തന്നെ നിങ്ങൾ 4000 രൂപ ഫീസ് കൊടുക്കണം കൗൺസിലിങ്ങിന്. നിങ്ങളുടെ സങ്കടം കേൾക്കാൻ മനുഷ്യന്മാർ ഇരുന്ന് തന്നെയാണ് നിങ്ങൾ ഫീസ് കൊടുക്കേണ്ട കാലമാണ്. അവിടെയാണ് പടച്ചോൻ പറയുന്നത് അനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ പടച്ചോൻ്റെ അടുത്തേക്ക് പോരൂ, നിങ്ങൾ പടച്ചോനോട് പറയൂ. ഇങ്ങനെയാണ് റമദാൻ വരുന്നത്. നമ്മളിലേക്ക് നമ്മൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളും നമുക്ക് പറ്റിയ വീഴ്ചകളും, അത് വലിയ അബദ്ധങ്ങളാണെങ്കിൽ കഫാറത്തുകൾ കൊണ്ട് നമുക്ക് എങ്ങനെയാണോ കൂടുതൽ നന്മ ചെയ്ത് അങ്ങനെ കുറേ വഴികളുണ്ട്. ഇസ്ലാം പറയുന്നത് തെറ്റ് ചെയ്തവർ തിരിഞ്ഞു നടക്കുമ്പോൾ അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആ ഇഷ്ടം അതികഠിനമായ അള്ളാഹുവിന് നമ്മളോട് ആ വളരെ വലിയൊരു ഇഷ്ടമായി തീർക്കാൻ നമ്മൾ നന്മകൾ അധികരിപ്പിക്കാൻ ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിനെ മായ്ച്ചു കളയുന്ന നന്മകളുമായി അതിവേഗം മനുഷ്യർ നടക്കുക. വഹാലിക്കിന്നാസ ബിഖുലുക്കിൻ ഹസനിൻ, മനുഷ്യരോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് കടക്കും മുമ്പ് ഈ ഒരു ചെക്ക് ലിസ്റ്റ് എനിക്ക് തിരുത്താനും എനിക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ സമീപസ്ഥനാകാനും ഒക്കെയുള്ള വഴികളും മാർഗങ്ങളും തേടിക്കൊണ്ട് നമ്മൾ സന്നദ്ധരാവുക. പടച്ചറബ് അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പ്രത്യേകമായി മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കുന്ത താരിഫും ഇമ്മൻ സാമഫി സലഫിൻ മിംബൈനി അഹ്ലിൻ വജീറാനിൻ വൈഹ്വാനി ചോദിക്കുന്നത് അയൽവക്കത്ത് നാട്ടിലെ പ്രമുഖർ അല്ലേ, ഒരുപാട് ആളുകൾ അള്ളാഹുവിലേക്ക് ഈ ഒരു റമദാൻ എത്തുന്നതിന് മുമ്പ് യാത്രയായ നമ്മുടെ മുഹമ്മദ് ഹാജി, നമ്മുടെ അൽഷിഫയുടെ ഡയറക്ടർ കൂടിയായിരുന്ന അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യും. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ പരിചയത്തിലുള്ളവർ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹുവിനെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വീഴ്ചകൾ അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹു അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മാതാപിതാക്കളെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് വൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബാദല്ലാഹ് വഇമാ അല്ലാഹ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بلغنا شهر رمضان، اللهم بلغنا شهر رمضان، اللهم بلغنا شهر رمضان ووفقنا فيه بالصيام والقيام وتلاوة القرآن. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل النفاق والمنافقين. اللهم انصر إخواننا بأرض فلسطين خاصة بأرض غزة على القوم الكافرين وانصرهم بنصرك العزيز. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى على هدي محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.